So hi friends, JSK, ജാനകി വിദ്യാധരൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇന്നലെയാണ് സിനിമ കണ്ടത്, ഇന്നലെ സെക്കൻഡ് ഷോ ആണ് സിനിമ കണ്ടത്. സോ ഇന്ന് ഒന്ന് റിവ്യൂ ചെയ്യാം എന്ന് കരുതി. മിക്കവരും കണ്ടു കാണും, അതിൻ്റെ റിവ്യൂ കേട്ട് കാണും. എന്നാലും എൻ്റെ അഭിപ്രായം പറയണമല്ലോ. പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി, അനുപമ, ദിവ്യ പിള്ള, ശ്രുതി രാമചന്ദ്രൻ, അസ്കർ അലി, മാധവ്, സുരേഷ് ഗോപി, ബൈജു ഉൾപ്പെടെയുള്ള ആളുകൾ അഭിനയിക്കുന്ന സിനിമ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് സെൻട്രൽ ഗവൺമെൻറ് എന്നായിരുന്നായിരിക്കും ഇച്ചിരി നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം സുരേഷ് ഗോപി ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നത്, ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇഷ്യൂസ് കാണിക്കുന്നത് കേരള സർക്കാരിൻ്റെ ഭരണത്തിലുണ്ടായിട്ടുള്ള പിഴവുകളെ കുറിച്ചിട്ടാണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കാശിട്ട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് സാന്ത്വനമായി സുരേഷ് ഗോപി വരുന്നു. ഒരു സ്ത്രീക്ക്, ഒരു സാധാരണ സ്ത്രീക്ക് അവിടെ നീതി നിഷേധിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു ഇഷ്യൂ പറയുന്നു. കോൺഗ്രസ് ഭരിക്കുവാണെങ്കിൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ എന്താ പറയുക വളരെ സെൽഫ് സെൻറ്റേർഡ് ആണെന്നും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിൽ ഒരു ഹിന്റ് കൊടുക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ആർക്കും കയറാം, എന്തും ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം കൊടുക്കുന്നു. പോലീസുകാരുടെ ഇപ്പോഴത്തെ പോലീസുകാരുടെ അനാസ്ഥയെക്കുറിച്ച്, പോലീസ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ 1 കേരളം എന്നൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സംഭവം കൊടുക്കുന്നു. സോ നല്ല രീതിയിലുള്ള പൊളിറ്റിക്സ് നല്ല രീതിയിൽ പറയുന്ന സിനിമയാണ് അത്. ജാനകി വേഴ്സസ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്നോ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നോ എന്നൊക്കെ വേണമെങ്കിൽ ഇടാമായിരുന്നു. പക്ഷേ മനോഹരമായിട്ട് ആ സിനിമയുടെ പേര് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇട്ടിട്ടുണ്ട്. എന്തായാലും സംഭവം അങ്ങനെ ഒരു രീതിയിൽ കാണുവാണെങ്കിൽ, രാഷ്ട്രീയപരമായി കാണുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാം. ഇനിയും സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള ഒരു എന്താണ്, പലരും അതിൻ്റെ റിവ്യൂ നെഗറ്റീവ് പറയുന്നുണ്ട്. എന്തിനാ എനിക്ക് സിനിമ കാണാൻ പറ്റാത്ത, രാവിലെ സിനിമ ഫസ്റ്റ് ഷോ FDFS കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്നെ സുഹൃത്തുക്കളോട് വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു സിനിമ പോരാ, സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സിനിമ കണ്ടേ പറ്റൂ, കാരണം നമുക്കത് കാണണമല്ലോ. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്കും ബോറായിട്ട് ഫീൽ ചെയ്തില്ല, അത്രയ്ക്കും നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സുരേഷ് ഗോപിയുടെ ഒരു എന്താ പറയുക ഒരു ആരാധകൻ, സിനിമയിലുള്ള ആരാധകൻ എന്നുള്ള നിലയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ, അദ്ദേഹത്തിൻ്റെ മേക്ക് ഓവർ ആൻഡ് ആസ് എ പേഴ്സൺ അല്ലേ, ആസ് എ ഫിസിക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു പ്രസൻറ്റേഷൻ, സ്ക്രീൻ പ്രസൻറ്റേഷൻ ഭയങ്കരമാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാഷ്ട്രീയം വിടാം, ആസ് എ ആക്ടർ എപ്പോഴും നമ്മൾ ആരാധിക്കുന്ന ഒരു ആളുകളിലൊന്നാണ്. എനിക്ക് ആ രാഷ്ട്രീയ പാർട്ടിയോട് ഇഷ്ടമല്ല എന്ന് കരുതി സുരേഷ് ഗോപിയോട് ഇഷ്ടമാവരുത് എന്ന് ചെയ്യുന്നത് തന്നെ ആ ഒരു സിനിമാ പ്രേമിയുടെ ഒരു ലക്ഷണമല്ല, അതൊരു നല്ല ഒരു സിനിമാ നിരൂപകൻ്റെ ഒരു ലക്ഷണമല്ല എന്നാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. സിനിമ ഉടനീളം ഒരു കോഡ്രൂം ഡ്രാമയാണെങ്കിലും അതിനകത്തൊരു അന്വേഷണ രീതികൾ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനകത്തുള്ള കുറച്ച് നെഗറ്റീവ് സൈഡുകൾ ആദ്യം പറയാം. ഇതിനകത്ത് നമ്മുടെ അനുപമ പരമേശ്വര ഒരു കാര്യമില്ലാതെ ക്യൂട്ട്നെസ്സാണ്. ആൻഡ് ഒരു പണിയില്ല, വെറുതെ കിടന്ന് കാറി കീറി കൂവോ, എന്തിനാണെന്നറിയത്തില്ല, ചുമ്മാ കിടന്ന് കാറുന്നേ, വെറുതെ കാറുക, വയറ്റിലെടുത്തിട്ട് അടിക്കുക, കിടന്ന് ബഹളം വെക്കുക, ഒരു കാര്യമില്ല. ആരോ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് ഒരു പരിധി വരെ ശരിയാണോ എന്ന് തോന്നിപ്പോവും. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ, എനിക്കൊന്ന് തെലുങ്ക് തമിഴ് സിനിമകളിലൊക്കെ ഈ ക്യൂട്ട്നെസ് കൊണ്ട് മാത്രം രക്ഷപ്പെടാം. പക്ഷെ മലയാള സിനിമയിൽ അത് പോരാ മോളെ. മലയാള സിനിമയിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ എക്സ്പ്രഷൻസൊക്കെ എടുത്ത് നമ്മൾ മലയാളികളുടെ ഒരു പൾസ് മനസ്സിലാക്കി അഭിനയിക്കേണ്ടി വരും. സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്കൊന്നും പറയാനില്ല, കാരണം അദ്ദേഹത്തിന് നമ്മളൊന്നും വിശകലനം നടത്താൻ പോലും നമ്മൾ ആളല്ല. രണ്ടാമത് നമ്മുടെ ദിവ്യ പിള്ള. എന്തിനാണ് ദിവ്യ പിള്ളയ്ക്ക് അങ്ങനെ റോൾ എനിക്ക് അറിയത്തില്ല, നന്മമരമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഒരു ആവറേജ് റോൾ. ശ്രുതി രാമചന്ദ്രൻ, സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മകളായിട്ട് വേണമെങ്കിൽ ചിത്രീകരിക്കാം, പറയുന്നുണ്ട് സെയിം വൈബാണ്, പുലിയാണെന്ന് പറഞ്ഞിട്ട് ഒരു എലിക്കുഞ്ഞിനെ അവിടെ കൊണ്ട് വെച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അസ്കർ അലി, നമ്മുടെ ആസിഫ് അലി എനിക്ക് പേഴ്സണലി ഏറ്റവും ഫഹദ് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടന്മാരിലുള്ളതാണ് ആസിഫ് അലി. ഒറ്റയ്ക്ക് പടവെട്ടി തൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടുപിടിച്ചൊരു വ്യക്തിയാണ് ആസിഫ് അലി. അപ്പോൾ ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഭയങ്കര മിസ് ചെയ്യും, നമ്മൾ റിസംബ്ലൻസ് ഫീൽ ചെയ്യും. ഇത് ചില സൈഡുകളൊക്കെ പക്ക ആസിഫ് അലി തന്നെയാണ് ഫീൽ ചെയ്യും. ബോർ അടുപ്പിച്ചിട്ടില്ല, അത്യാവശ്യം വൃത്തിയായിട്ട് അസ്കർ അലി ചെയ്തിട്ടുണ്ട്. ബൈജു, ഈ സിനിമയിൽ ആകെ ഒരു ആശ്വാസം ബൈജുവിൻ്റെ
ചില സ്റ്റണ്ട് സീൻസും ഇതൊക്കെ ആട്ടോ. അത് മനോഹരമായിട്ട് ബൈച്ചേട്ടൻ ചെയ്തു. പിന്നെ രജിത് മേനോൻ വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുക. ആൻഡ് അവസാനം നമ്മുടെ മാധവ് സുരേഷ് ചേട്ടൻ്റെ മകൻ മാധവ്. അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ ഡെബ്യൂ ഒന്നും തോന്നുന്നില്ല. എനിക്കറിയില്ല എന്തിനാണ് ഇത്രയും അദ്ദേഹത്തെ കളിയാക്കുന്നതെന്ന് അറിയില്ല. അഭിനയിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ മുഖത്ത് എന്തോ ഭാവം വരുന്നില്ല, ശരിയാണ്. പക്ഷേ ഒന്ന് ആലോചിക്കണം, ആദ്യമായി സിനിമയിൽ വന്ന ഫഹദും ആദ്യമായി സിനിമയിൽ വന്ന നമ്മുടെ ചാക്കോച്ചൻ്റെ ഒക്കെ അഭിനയം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത്രയും അല്ല എങ്കിലും ഏകദേശം ആ ഒരു ലെവലിലേക്ക് അവനും വളരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അഭിനയിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നെപ്പോക്കിഡ് ആയതുകൊണ്ട് ഇനി അവസരങ്ങൾ കിട്ടാതിരിക്കുന്നതിന് ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ നെപ്പോക്കിഡിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് കിക്ക് കിട്ടും, പക്ഷെ അത് കഴിഞ്ഞ് അവൻ്റെ കഴിവിലൂടെ അവൻ വളർന്നോണം എന്നുള്ളതാണ്. മലയാളികൾ അതും ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഓവറോൾ സിനിമയുടെ ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെയും കൊണ്ടുപോകുമ്പോഴും ശരിയാണ്, സുരേഷ് ഗോപിയെ കാണിക്കുമ്പോൾ, SG കാണിക്കുമ്പോൾ മാത്രമാണ് ഇതൊരു സിനിമാറ്റിക് മൂവിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത്രയ്ക്കും ബോറാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആൻഡ് ഇതിൽ ഒരു അന്വേഷണ രീതിയിൽ കൊണ്ടുപോകുമ്പോഴും ഒരു വില്ലൻ്റെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ വില്ലൻ്റെ ഒരു പ്രാധാന്യം സിനിമയിലുണ്ട്. പക്ഷെ വില്ലൻ്റെ പ്രാധാന്യം എന്താ പറയുക, ഒരു വീക്ക് വില്ലനായി പോയി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ഏതൊരു സിനിമയും വിജയിപ്പിക്കുന്നത് ആ സിനിമയുടെ ആ ഒരു തീമും അതിൻ്റെ സ്ക്രിപ്റ്റുമാണ്. ആ സ്ക്രിപ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കാസ്റ്റിംഗ് ഉണ്ട്. ആ കാസ്റ്റിംഗ് പോരായെങ്കിൽ ആ എത്ര സ്ട്രോങ് സ്ക്രിപ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ നശിച്ചു പോകും. സോ ആ ഒരു വാവ് ഫാക്ടർ ആ വില്ലനിൽ ഞാൻ കണ്ടില്ല. ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കഥാപാത്രങ്ങൾ നമ്മുടെ സീരിയൽ നിന്ന് പണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഒക്കെ മകനായിട്ട് അഭിനയിച്ച ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മാത്യൂസ് ബേബി അങ്ങനെയാണ്. സോ അദ്ദേഹം പോലീസുകാരനായിട്ടാണ്. പക്ഷെ ആ പോലീസുകാരനായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എവിടെയൊക്കെ ഒരു നാടകീയത, ഒരു സീരിയൽ ആക്ടറിൻ്റെ ഒരു ക്രൂരത അവിടെ വരുന്നുണ്ട്. കാരണം ഉള്ളിൽ ചിരിച്ചുകൊണ്ടൊരു ക്രൂരത കാണിക്കുന്ന ഒരു ഫീലില്ലേ, അതുപോലെ ഫീൽ ചെയ്തു. ഇച്ചിരും കൂടെ ഒരു റഫ് ആകാമായിരുന്നു, ഇച്ചിരും കൂടെ ഒരു ക്രൂരത, ഇച്ചിരും കൂടെ ഒരു റഫ്നെസ് കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നി. ബാക്കിയെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുരേഷ് ജി, അദ്ദേഹത്തിൻ്റെ തന്നെ അഭിനയമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ആണ്. കാരണം ഈ താടിയൊക്കെ ഡൈ ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നി. താടി ഇല്ലാതെ വന്നിരുന്നെങ്കിൽ ഇച്ചും കൂടെ ഭംഗിയായനെ എന്ന് എനിക്ക് തോന്നി. അതിൻ്റെ മേക്ക് ഓവറിലും ഒരു അപാകത ഫീൽ ചെയ്തു. ബോർ സിനിമയല്ല, പക്ഷേ ചില കാര്യങ്ങൾ സ്റ്റേറ്റ് ഓഫ് കേരളയോട് പറയാൻ ആഗ്രഹിക്കുന്ന, സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ സിനിമയിലൂടെ നമ്മുടെ പ്രവീൺ നാരായണൻ SGയിലൂടെ പറയുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ബോർ പടമായിട്ടല്ല, എന്നാലും ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടത്. കാണാത്തവർ ഉറപ്പായിട്ടും സിനിമ കാണണം. ഉറപ്പായിട്ടും ഒരു ആസ്വാദകൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമ ഇഷ്ടപ്പെടുന്നവർ, SG ഇഷ്ടപ്പെടുന്നവർ രാഷ്ട്രീയ ഭേദമന്യേ സിനിമയെ വിശകലനം നടത്തണം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. സിനിമ എനിക്ക് ആവറേജ് എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടു ആൻഡ് ഞാൻ എൻജോയ് ചെയ്തു. എൻഡിങ് ഇച്ചിരി നന്നാക്കാമായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും സിനിമ കാണാത്തവരുണ്ടെങ്കിൽ സിനിമ കണ്ടെന്ന് അഭിപ്രായം പറയാം. സോ തൽക്കാലം ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. പിന്നെ വേറൊരു കാര്യമാണ് പറയാനുള്ളത്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്തിനാണ് ജാനകി V ആക്കിയത് എനിക്ക് അറിയത്തില്ല. കാരണം സിനിമയിൽ ജാനകി എന്നും ജാനകി V എന്നും ഒക്കെ ഒരു പ്രാവശ്യം കണ്ടേ പറയാനുള്ളൂ. കൂടുതലും സമയം ജാനകി എന്ന് തന്നെ പറയുന്നത്. സോ ഇത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മാത്രം ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാക്കിയെടുത്തതാണ്. അതിനെ ബലിയാടാക്കാനായിട്ട് നമ്മുടെ കേന്ദ്രത്തിലുള്ള നമ്മുടെ ഈ ഫിലിം ചേംബറിൻ്റെ ചെയർമാനെ ബലിയാടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സിനിമയിൽ ജാനകി വന്നാലും വേറെ ആര് വന്നാലും സെയിം എഫക്റ്റോട് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഞാൻ അത് കണ്ടില്ല. നമുക്ക് അങ്ങനെ കട്ട് ചെയ്തതായിട്ട് എനിക്ക് ഫീലും ചെയ്യുന്നില്ല. ഒരു ചെറിയ വിവാദമുണ്ടായി. അതിന് നല്ല രീതിയിൽ പ്രൊമോഷൻ നമ്മുടെ മാപ്രകളും ഫിലിം ചേംബേഴ്സിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ നൽകി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും സിനിമ കണ്ട് വിലയിരുത്തുക. അഭിപ്രായങ്ങൾ ഒന്ന് പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.